മലപ്പുറത്ത് പാണ്ടിക്കാട് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചയാൾ മരിച്ചു. പന്തലൂർ കടമ്പോട് സ്വദേശി മൊയ്തീൻ കുട്ടിയാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. പോലീസ് മർദ്ദനമാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. സോണലുണ്ട്. സോണൽ, എന്താണ് സംഭവം? കസ്റ്റഡി മരണമാണ് എന്ന് ആദ്യം പറയുന്നു, പിന്നീട് ഹൃദയാഘാതമാണെന്ന് ചില പ്രതികരണങ്ങൾ പല കോണുകളിൽ നിന്ന് വരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം? ഉമേഷ്, ഇന്നലെയാണ് ഇത്തരത്തിൽ പന്തല്ലൂർ വേലയിൽ നടന്ന ഒരു കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ട മൊയ്തീൻ കുട്ടിയെയും മറ്റൊരാളെയും പോലീസ് സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുന്നത്. അങ്ങനെ ഇരുപേരും ഇന്നലെ വൈകിട്ടോടു കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. ഇവരുടെ കൂടെ മറ്റ് ജനപ്രതിനിധികളും ഈ പന്തല്ലൂർ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. ആ സമയത്ത് അവർ ജനപ്രതിനിധികളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ രണ്ടുപേരെ മാത്രമാണ് ഉള്ളിലേക്ക് വിളിപ്പിക്കുന്നത്. അതിനുശേഷം പിന്നീട് പറയുന്നത് ഒരു ചായ വേണം എന്നുള്ള ആവശ്യമാണ് പോലീസ് ഉന്നയിക്കുന്നത്. അതിനെ തുടർന്ന് ഒപ്പം വന്ന ഈ ജനപ്രതിനിധികൾ ചായ കൊണ്ടുപോയി കൊടുക്കുന്നു. ഈ സമയത്ത് ഈ മൊയ്തീൻ കുട്ടി കുഴഞ്ഞ് വീഴാനായ രീതിയിൽ അവിടെ ഇരിക്കുന്നതാണ് തങ്ങൾ കാണുന്നത് എന്നാണ് പ്രധാനമായി പുറത്തുണ്ടായിരുന്നവർ പറയുന്നത്. അതായത് ആ പോലീസിന്റെ ഭാഗത്ത് നിന്ന് മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം ഈ ബന്ധുക്കളും മൊയ്തീൻ കുട്ടിയുടെ കൂടെ പോയ ആളുകളും ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. എന്നാൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നൽകുന്ന വിശദീകരണം തങ്ങൾ ചോദ്യം ചെയ്യാൻ വേണ്ടി മാത്രം വിളിപ്പിക്കുകയായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ കൊഴിഞ്ഞു വിടുകയായിരുന്നു എന്നുള്ളതാണ്. ഇയാൾ ഒരു ഹൃദ്രോഗിയാണ് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. അതിനുവേണ്ട ചികിത്സ നടത്തുന്നയാളാണ്. എന്നാൽ ഈ മൊയ്തീൻ കുട്ടിയോടൊപ്പം പോയ ആളുകൾ കേട്ടത് ഈ മൊയ്തീൻ കുട്ടി ആദ്യം തന്നെ പോലീസുകാരോട് പറയുന്നുണ്ട് താനൊരു ഹൃദ്രോഗിയാണെന്ന്. ഇത് വകവയ്ക്കാതെയാണ് പിന്നീട് മർദ്ദിച്ചത് എന്നുള്ള ആരോപണമാണ് ഈ കൂടെ പോയവരും നാട്ടുകാരും ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഈ സംഭവത്തിൽ നോക്കിക്കാണേണ്ടത്. ആ രീതിയിലാണ് ആദ്യഘട്ടത്തിൽ ഇതൊരു കസ്റ്റഡി മരണമാണെന്ന് ബന്ധുക്കൾ ഉൾപ്പെടെ ആരോപിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ചെന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായി പറയേണ്ടത്. എന്നിരുന്നാൽ പോലും ഈ പന്തല്ലൂർ വേലയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ അല്ലെങ്കിൽ അന്നുണ്ടായ സംഘർഷത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇയാളെ വിളിപ്പിച്ചത്. ആ സമയത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ആദ്യ ഘട്ടത്തിൽ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സമീപത്തെ ആശുപത്രിയിലേക്ക് മൊയ്തീൻ കുട്ടിയെ കൊണ്ടുപോയെങ്കിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ വെച്ചാണ് മൊയ്തീൻ കുട്ടി മരണപ്പെടുന്നത്. എന്നാൽ മൊയ്തീൻ കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ച ഡോക്ടർ പറയുന്നത് ശരീരത്തിൽ മറ്റ് മർദ്ദനമേറ്റ പാടുകൾ ഒന്നും തന്നെ ഇല്ല. ഇയാളുടെ ഹാർട്ടിന് പമ്പിങ് കുറവായിരുന്നു. അതായത് ഗുരുതരമായിട്ടുള്ള രോഗം അല്ലെങ്കിൽ ഹൃദ്രോഗിയാണ് ഇയാളെ എന്നുള്ള കാര്യമാണ് ഈ മരണം സ്ഥിരീകരിച്ച ഡോക്ടറും വിശദമാക്കുക. എന്നാൽ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഈ ബന്ധുക്കളും നാട്ടുകാരും. ഉമേഷ്, പോലീസ് ഔദ്യോഗികമായി എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താൻ തയ്യാറായിട്ടുണ്ടോ മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ ഒക്കെ? സോണൽ, ഇല്ല ഉമേഷ്, അത്തരത്തിലൊരു ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണത്തിന് പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. കാരണം നിരവധി തവണ നമ്മൾ ഫോൺ മുഖേനയും മറ്റും ശ്രമിച്ചെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു സ്ഥിരീകരണമോ വിവരമോ തരാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നത്. എന്നിരുന്നാൽ പോലും ഈ ബന്ധുക്കൾ പറയുന്നത് ഇത് പോലീസ് മൊയ്തീൻ കുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജനപ്രതിനിധികളും മറ്റും പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു ആരോപണം. ഉമേഷ്, സോണലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് പോലീസ് കസ്റ്റഡിയെടുത്ത യുവാവ് മരിച്ചതിൽ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. പോലീസ് മർദ്ദനമാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. വിശദമായ വിവരങ്ങൾ പങ്കുവച്ചു സോണൽ.